ഹായ് ഫ്രണ്ട്സ്, കുക്കിംഗ് ഡിലീഷ്യസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എൻ്റെ പെറ്റ് ലിയോയുടെ ബർത്ത്ഡേ പ്രമാണിച്ച് ക്വിക്കായി ഉണ്ടാക്കിയ ഒരു കേക്കാണ്. അപ്പോൾ കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം 1 കപ്പ് ഗോതമ്പ് മാവ്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 പിഞ്ച് ബേക്കിംഗ് സോഡ എന്നിവ നന്നായി മിക്സ് ചെയ്ത് അരിച്ചെടുക്കുക. ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ടയും 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയോ ശർക്കരയോ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ കൂടി ചേർത്ത് കൊടുത്ത് നന്നായി അടിച്ചെടുക്കുക. ഇനി ഈ ബാറ്റർ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് കുറേശ്ശെയായി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും ആവശ്യാനുസരണം പാലും ചേർത്ത് കേക്ക് ബാറ്റർ പരുവമാക്കി എടുക്കുക. ഓയിൽ തടവിയതിന് ശേഷം അല്പം മൈദ വിതറി റെഡിയാക്കിയ കേക്ക് ടിന്നിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത പാത്രത്തിലേക്ക് കേക്കിൻ്റെ ടിൻ ഇറക്കി വെച്ച് കൊടുക്കുക. 20-30 മിനിറ്റിനുള്ളിൽ ചെറിയ ഫ്ലെയിമിൽ കേക്ക് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ബേക്ക് ചെയ്തെടുത്ത കേക്ക് നമ്മുടെ ഇഷ്ടാനുസരണം ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഡെസിക്കേറ്റഡ് കോക്കനട്ടും കണ്ടൻസ് മിൽക്കും ചേർത്ത് ചെറിയ ചെറിയ ബോൾസായി വെച്ച് കൊടുത്തിരിക്കുകയാണ്. ഈ കേക്ക് ലിയോയ്ക്കും എൻ്റെ വീട്ടിലെ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട റെസിപ്പിയാണ്. വളരെ ക്വിക്ക് ആൻഡ് ടേസ്റ്റിയായ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.